വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കുറേ നാളായി ഞങ്ങൾ വീഡിയോസ് ചെയ്തിട്ട് ചേച്ചിന്റെ കല്യാണമൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. അപ്പൊ ഇനി മുതൽ നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് വീഡിയോ ഉണ്ടായിരിക്കും. നമ്മുടെ ഹൽദി വീഡിയോ, മാരേജ്, അപ്പൊ മാരേജിന്റെ പ്രിപ്പറേഷൻ, അങ്ങനെ കുറെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പയ്യെ ആയിട്ട്. അപ്പം ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൂ നോസ് മീ ബെറ്റർ, സിസ്റ്റർ ഓർ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഗായ്സ്, എന്നെ റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് ചോദിക്കും, ഇവർ ആൻസർ ടൈപ്പ് ചെയ്യും. ആരാണോ കറക്റ്റ് ആൻസർ പറയുന്നത് അവർക്ക് സമ്മാനമൊന്നും ഇല്ല, എന്നെ അറിയാം എന്നുള്ളൊരു സംഭവം. ഓക്കെ, ബെസ്റ്റ് ഫ്രണ്ടിനാണോ ചേച്ചിക്കാണോ? ഓക്കെ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഞാൻ എത്ര പൊറോട്ട മാക്സിമം കഴിക്കും? ഓക്കെ, അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോവാം. ശ്രീകുടീച്ചർ ആൻസർ എനിക്ക് കാണാൻ പറ്റുമെന്തോ. 3.5 പൊറോട്ട കഴിക്കും. സാമ്പാറിന്റെ കൂടെയാണെങ്കിൽ 4 കഴിക്കും. അക്കുവിന്റെ ആൻസർ? അക്കു സെയിം തന്നെ. രണ്ടുപേർക്ക് എന്നെ പറ്റി അറിയാം പൊറോട്ട കഥ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയാം: ഞാൻ ചായയാണോ കോഫിയാണോ, അതേപോലെ ഈ ഹോട്ടായിട്ട് കഴിക്കുന്ന ബിവറേജസിൽ ഏതാണ് ഞാൻ കഴിക്കുന്നത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓക്കെ ഗൈസ്, ശ്രീകുടേച്ചി പറഞ്ഞേക്കുന്ന ബൂസ്റ്റ്, അക്കു പറഞ്ഞേക്കുന്ന കോഫി. എൻ്റെ ഫേവറേറ്റ് ബൂസ്റ്റ് ആണ് ഗൈസ്. ബെസ്റ്റ് ഫ്രണ്ട് അത് മറന്നു പോയി ഗൈസ്. കോഫി കുടിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ കിട്ടാറില്ല ബൂസ്റ്റ്, കടയിൽ പോയി വാങ്ങിക്കേണ്ട അവസ്ഥക്ക് ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ഗൈസ് ഞാൻ അവളെ കോഫിയാണ് വിശ്വസിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇടാനുള്ള ഡ്രസ്സിൽ ഞാൻ ഉപയോഗിക്കുന്ന കളേഴ്സ് പേസ്റ്റൽ കളറാണോ, ബ്രൈറ്റ് അല്ലാത്ത ബ്രൈറ്റിനോ, ബാക്കിയുള്ള പേസ്റ്റൽ കളേഴ്സ് അല്ലാത്ത കളേഴ്സ് ഉണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ളതാണോ അതോ നീ യൂസ് ചെയ്യുന്നതാണോ? നിനക്ക് പേസ്റ്റൽ ഇഷ്ടമുള്ളത് ഇടുന്നതല്ല, ഇഷ്ടമുള്ളത് പേസ്റ്റൽ കളറാണോ ഇഷ്ടം, നോർമൽ കളറാണോ ഇഷ്ടം, ബ്രൈറ്റ് കളേഴ്സ്? ഞാനൊരു ഡ്രസ് വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് തെറ്റാണെന്നാണ് തോന്നുന്നത്. ഒളിഞ്ഞു നോക്കുന്നത് പരീക്ഷയ്ക്ക് വിളിങ്ങനെ. ഒരു കൊച്ചു സുന്ദരി നമുക്ക് ഹായ് പറയുന്നുണ്ട്. ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ എല്ലാവർക്കും കൂടെ ഒരു ഉമ്മ. സബ്സ്ക്രൈബ് പറ, സബ്സ്ക്രൈബ്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എനിക്ക് ഏറ്റവും ഇഷ്ടം പേസ്റ്റൽ കളേഴ്സ് ആണോ ലൈറ്റ് കളേഴ്സ് ആണോ? നമ്മൾ നോക്കാം. ഇത് അല്ല, സോറി, ബ്രൈറ്റ് കളേഴ്സ് ആ ചോദിച്ചത്. അപ്പൊ രണ്ടുപേരും പേസ്റ്റൽ കളറാണ് പറഞ്ഞേക്കുന്നത്, പക്ഷെ എനിക്കിഷ്ടം ബ്രൈറ്റ് കളേഴ്സ്. അയ്യോ, ഞാൻ മനസ്സിൽ ആലോചിച്ചായിരുന്നു. ഓക്കെ, അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഫ്ലേവർ? തേങ്ങയാ? തേങ്ങയല്ല, ചിന്തിക്കാൻ സമയം തരണേ. ഇത് പറ്റൂല. സംശയമുണ്ട്. അതാണ് ഗൈസ്, കല്യാണം കഴിഞ്ഞപ്പോൾ അനിയത്തി വേണ്ട. അയ്യോ, എത്ര രണ്ടുപേരും ഫസ്റ്റ് കറക്റ്റ് ആയിട്ടില്ല. ഇപ്പൊ എത്ര ദിവസം ആയിരുന്നു? ചായ കോഫി അക്കൂന് പോയി 2 പോയിന്റ് ശ്രീകുടേച്ചിക്ക്, 1 പോയിന്റ് നിനക്ക്. പേസ്റ്റൽ കളർ ആർക്കും ഇല്ല. ഫസ്റ്റത്തെ പൊറോട്ട, സെക്കൻഡ് ചായ കോഫി. എനിക്ക് 1 പോയിന്റ് ഗൈസ്. 2 പോയിന്റ്സ്. ഇതിനകത്ത് ഞാൻ സ്കോർ ചെയ്യും. ആൻസറിന്റെ ടൈം കഴിഞ്ഞു. ഏതാ ചേച്ചി പറഞ്ഞിരിക്കുന്നത്? ബട്ടർസ്കോച്ച് ആണ്. അക്കു പറഞ്ഞിരിക്കുന്നത് ചോക്ലേറ്റ് ആണ് ഗൈസ് ഇഷ്ടം. നമ്മുടെ ഒരു വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഐസ്ക്രീം വാങ്ങിക്കാൻ പോയത് ചോക്ലേറ്റ് ആണ് ഇഷ്ടം. എനിക്ക് അറിയാം. അപ്പൊ ടൈലാണ് 2-2. എനിക്കിഷ്ടം ചോക്ലേറ്റ് ഐസ്ക്രീം ആണ്. അടുത്തത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്, അത് എവിടുന്ന് കഴിക്കാനാണ് ഇഷ്ടം? ഇഷ്ടപ്പെട്ട ഫുഡും അത് കഴിക്കുന്ന സ്ഥലവും. വീട്ടിലല്ലോ, പുറത്തുനിന്നല്ലേ? പുറത്തെ ഫുഡ്. ഇത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്.
രഹസ്യം പറച്ചിലൊന്നും പാടില്ല. ഓക്കെ, മന്തിയാണ് എനിക്കിഷ്ടം. മന്തി ഫ്രം ബാർബിക്യൂ. ബാർബിക്യൂ അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കണം, എല്ലാവർക്കും ഈ നാട്ടിലുള്ളവർക്കും അറിയാം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും 3-3. ഇപ്പോഴും ടൈ ആണ്, രണ്ടുപേരും കറക്റ്റ് ആൻസർ പറഞ്ഞത്. ആരാണ് ജയിക്കുക? ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കമന്റ് ചെയ്യൂ ആരാണ് ജയിക്കാവുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗർ, പാട്ടുകാരൻ അഥവാ പാട്ടുകാരി ആരാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗർ. ശ്രീകുടേച്ചി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അക്കു ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഉത്തരം ഹരീഷ് ശിവരാമകൃഷ്ണനാണ്. രണ്ടുപേരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പൊ എന്തൊക്കെ അറിയാം ഗൈസ് എന്നെ പറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹരീഷ് ശിവരാമകൃഷ്ണൻ. ഇപ്പൊ 4 points ഗൈസ്. 4 ഗൈസ്. ഓക്കെ, അടുത്ത ഒരു വളരെ എന്താ ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. വസു ചേച്ചിയുടെ അടുത്തിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളത് ഏത് വർഷമാണ്? എന്ന് വെച്ചാൽ എനിക്ക് ഏത് വയസ്സിലാണ് എനിക്ക്, എന്റെ എത്രാമത്തെ വയസ്സിൽ എനിക്ക് കല്യാണം കഴിക്കണം എന്നാണ് ആഗ്രഹം? ഓക്കെ, എനിക്ക് ആഗ്രഹം 28 വയസ്സിൽ കല്യാണം കഴിക്കണം. രണ്ടുപേരും 28ആണ് ഗൈസ്. ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് 28 വയസ്സ് കല്യാണം കഴിക്കണം എന്നാണ് ആഗ്രഹം ഗൈസ്. അടുത്ത വർഷം നമ്മൾ ആദ്യത്തെ കല്യാണത്തിന്റെ വ്ലോഗ് ഇടുന്നതായിരിക്കും ഗൈസ്. ഞാൻ അടുത്ത വർഷം ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞ് കല്യാണം കഴിച്ചു പോകും. ഓക്കെ, എനിക്ക് കല്യാണം കഴിഞ്ഞല്ല, ജോബ് കിട്ടിക്കഴിഞ്ഞിട്ട്, കല്യാണം കഴിഞ്ഞാൽ നമ്മൾ വിട്ടേക്കും. ജോബ് കിട്ടി ഞാൻ സെറ്റിൽ ആവുമല്ലോ, അതെനിക്ക് എവിടെ സെറ്റിൽ ആവാനാണ് ഇഷ്ടം എന്ന് വെച്ചാൽ സ്ഥലം എവിടെ, എങ്ങനെ, ഏത് സ്ഥലം, അങ്ങനെ ഉണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് സംശയമൊന്നുമില്ല, ടൈപ്പ് ചെയ്യല്ല, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് 2 സ്ഥലമുണ്ട്. ഡൗട്ടുകാരനെ കുറിച്ച് 2 സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് സാഹചര്യത്തിനനുസരിച്ച് തീരുമാനിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 2 എണ്ണം ഞാൻ അവസരവാദിയുണ്ട്. അങ്ങനെ നോക്കണെങ്കിൽ എനിക്ക് 2 പക്ഷെ ഞാൻ 1 എഴുതുന്നുള്ളൂ ഗൈസ്. ഓക്കെ, ഇപ്പൊ ഉത്തരം രണ്ടുപേരും പറഞ്ഞതിനകത്ത് ട്രിവാൻഡ്രം ഉണ്ട്, പിന്നെ ഒരാൾ ചേച്ചി പറഞ്ഞതിൽ ട്രിവാൻഡ്രവും പുറത്തും. ഇത് അക്കുവിനെ അറിയാം. ചിലപ്പോ ഞാൻ പറയുന്നത് അടുത്ത വർഷം കല്യാണം കഴിച്ച ചിലപ്പോ ഞാൻ പുറത്തു പോകണമെന്ന് എനിക്ക് ആഗ്രഹം. അറബിയും കെട്ടി ഹബീബി ഇങ്ങനെ പറഞ്ഞ ഞാനിപ്പം പോകും. അപ്പൊ എനിക്ക് പുറത്ത് സെറ്റിൽ ആവണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ട്രിവാൻഡ്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലല്ല, ഞാൻ 2 എണ്ണം പറഞ്ഞാണ്. അപ്പൊ എനിക്ക് 1 പോയിന്റ് കൂടെ അധികം. അല്ല, അപ്പൊ 2 പേർക്കും പോയിന്റ് ഉണ്ട്. 2 പേരും പറഞ്ഞ എന്റെ ഞാനൊരു അവസരവാദി ആയതുകൊണ്ട് കുറച്ച് മാറിപ്പോകുന്നതാണ്. അപ്പൊ ഇപ്പൊ എത്ര പോയിന്റ്? 5. ഓക്കെ, 5. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ 8 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 5 ഇവർ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് എന്റെ ലൈഫിൽ നിർത്തിപ്പോയിട്ട് പിന്നെ തുടങ്ങണം എന്ന് ആഗ്രഹമുള്ള ഒരു കാര്യം. ഇവർക്ക് എല്ലാം അറിയാം ഗൈസ്. ഇപ്പൊ നമ്മളിങ്ങനെ പെട്ടെന്ന് ചെയ്യുമ്പോൾ ഇവരൊക്കെ വിചാരിക്കും നമ്മൾ ചിലപ്പോ പ്ലാൻ ചെയ്തായിരിക്കും. പക്ഷെ പ്ലാൻ ചെയ്തല്ല ഗൈസ്. ഇത് ഞങ്ങൾക്ക് നോർമലി ഇത് ഒരു 100 വട്ടം നടന്ന കാര്യമാണ് ഗൈസ്. ഇത് നാട്ടുകാർക്ക് വരെ അറിയാവുന്ന തഴമ്പിച്ച കാര്യമാണ്. ഇത് ഇപ്പൊ 2 എണ്ണമായിരിക്കും പറയുന്നതാണ്. എനിക്ക് മനസ്സിലുണ്ട്. വെയിറ്റ്, ഞാൻ 2 എഴുതാം. 2 കാര്യങ്ങളുണ്ട്. പ്രോബബ്ലി 2 കാര്യങ്ങളുണ്ട്. പക്ഷെ മെയിനായിട്ട് സത്യം പറ്റില്ല, ടെൻഷനാണ്. മനസ്സിലായത് പറയാതെ. എനിക്ക് വേറെ കാര്യങ്ങളുണ്ട്, ഞാൻ അതും കൂടി ഇട്ടേക്കാം. ഞാൻ 2 എണ്ണം എഴുതുള്ളൂ ഗൈസ്. ഞാൻ പാവം ഫ്രണ്ട് അല്ലേ, ഇവര് കൂടപ്പുറപ്പുകൾ. രക്തം, ഇത് രക്തം കുടിക്കുന്നത്. ഞാൻ 2 എണ്ണം എഴുതി ഗൈസ്. ഞാൻ എഴുതിയത് ഫസ്റ്റ് 2 ആയിരിക്കില്ലേ? എടാ, ഇവർ 2 ആള് എഴുതിയത് ആൻസർ ശരിയല്ലല്ലോ. ഞങ്ങൾ പ്രോപ്പർലി ഞാൻ പറയാം. ആദ്യം കൊറേ വെട്ടം ഡാൻസിന് പോയിട്ടുണ്ട്. കൊറേ എടുത്ത് പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ട്രിവാൻഡ്രത്ത് പഠിച്ചോണ്ടിരുന്ന സമയത്ത് അവിടെ അവള് പോയി ചേർന്നായിരുന്നു. പിന്നെ ഇവിടെ കൊല്ലത്ത് തന്നെ 2-3 എടുത്ത് പോയിട്ടുണ്ട്. അതൊന്നും സെറ്റ് ആവാതെ ആദ്യം എത്തുമ്പോൾ നിർത്തും. അങ്ങനെ ഉള്ള സംഭവമാണ്. പിന്നെ എക്സസൈസ്, അത് പിന്നെ നോർമലി കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് 2 പാതി വെച്ചിട്ട് നിർത്തുന്ന കാര്യമാണ്. അല്ല, ആൻസർ എന്താണ്?
ഞാൻ എന്റെ മനസ്സിൽ എക്സസൈസ് വന്നില്ല. എന്റെ മനസ്സിൽ ഞാൻ ഉദ്ദേശിച്ച ഡാൻസ് ആണ്. അപ്പൊ രണ്ടാമത് ഡാൻസ് പറഞ്ഞു. എക്സസൈസ് ഇപ്പൊ ഞാൻ ഇത് കണ്ടപ്പോഴേ പോയി എന്ന് ഞാൻ മനസ്സിലാച്ചു. പക്ഷെ എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം. കാരണം എനിക്ക് എപ്പോഴും ഇങ്ങനെ നിന്ന് പോകുന്ന ഒരു സംഭവമാണ് ഡാൻസ്. അപ്പൊ എനിക്കത് വീണ്ടും ഞാൻ ഒരു 40ാമത്തെ വയസ്സിൽ അരങ്ങേറും. അത് ഞങ്ങള് വ്ളോഗിടും. ഓക്കെ, അടുത്തത് 6. ഞാൻ ഏറ്റവും കൂടുതൽ ഇടുന്നതും എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് എടുത്തിടുന്ന ഡ്രസ്സ് ചെയ്താൽ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും അങ്ങനത്തെ ഡ്രസ്സ്. സീരിയസ്ലി ഞാൻ ഇടാറുണ്ട്. ഹോസ്റ്റലിൽ ഉണ്ടായ റൂംമേറ്റ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ചിലപ്പോൾ അക്കുനെ അറിയായിരിക്കും, കാരണം അവള് കണ്ടിന്യൂസ് കാണുന്നതാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻ എന്റെ കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സ് ഏതാണെന്ന്. വിച്ച് ഈസ് മൈ കംഫർട്ട്. എന്റെ മനസ്സിൽ 2 ഉണ്ട്, പിന്നെ ഞാൻ ഇടുന്നു. എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള ഓക്കെ. കേക്ക് ഈ ചേച്ചി പറഞ്ഞേക്കുന്ന മോഡേൺ ഡ്രസ്സ്, അക്കു പറഞ്ഞേക്കുന്ന ഫ്രോക്കാണ്. പക്ഷെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഫ്രോക്കാണ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ. അല്ല, അത് എന്ത് മോഡേൺ ഡ്രസ്സിനകത്ത് വരുന്നത്? അത് പറ്റത്തില്ല. മോഡേൺ ഡ്രസ്സിനകത്ത് ജീൻസ് ടോപ്പ് വരും. അല്ല, അത് പാവാട ടോപ്പ് പറ്റില്ല. നേരെ കാണിച്ച് ലിപ്സ്റ്റിക് കൊണ്ടൊരു ആറാട്ടായിരുന്നു. കുളിക്കാനും നനയ്ക്കാനും പറ്റിയതുകൊണ്ട് എന്റെ കാരണന്മാര് കാണാൻ കൊള്ളാവുന്നതുകൊണ്ട് അവരുടെ ഒരു കോലവും രൂപവും എനിക്ക് കിട്ടണു. അതുകൊണ്ടാണ് അത് ബ്രൂട്ടീഷൻ ചെയ്തിട്ടല്ല. ആ സൗന്ദര്യം ദൈവം തന്നാണ് ഭംഗി. കാരണന്മാര് ജനിപ്പിച്ചപ്പോ കാരണന്മാരൊരു ഭംഗിയാണ് എനിക്ക് തന്നേക്കുന്നത്. അത് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും അത്രയും കോലമില്ലാത്ത കട അതിന്റെ ഉള്ളിലുണ്ട്. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ കണ്ട് ലിപ്സ്റ്റിക് ശ്രീകുടിച്ചി പോയിന്റ് തട്ടിയെടുക്കാൻ നോക്കിയാണ് ഗൈസ്. എന്റെ മനസ്സിലുണ്ടായിരുന്നു ഗൈസ്. പക്ഷെ ഷോർട്സ് ഇട്ടോണ്ട് കൊച്ചു പുറത്തു ആറുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അതും പറയാമല്ലോ. അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എനിക്ക് പോയിന്റ് കിട്ടിയേ പറ്റത്തുള്ളൂ ഗൈസ്. പറ്റത്തില്ല ഗൈസ്. ചേച്ചി തോറ്റു ഗൈസ്. എനിക്ക് ഫ്രോക്ക് മനസ്സിലുണ്ടായിരുന്നു ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്ന കാര്യം എന്താണ്? എനിക്കിപ്പോ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്ന ഒരു കാര്യം. അതാണ് ഗൈസ്, ദേഷ്യം എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോ ഇവളെ കാണിച്ചില്ല. ഫുൾ ടൈം ദേഷ്യമാണ് ഗൈസ്. അതുകൊണ്ട് ഒരു കാര്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം പോലും ഇവിടെ ഇല്ല. കാരണം ഫുൾ ടൈം ദേഷ്യം, എപ്പോഴും ദേഷ്യമാണ്. ഗൈസ് കേട്ടോളൂ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റഡ് ആവുന്ന അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുന്ന ഒരു കാര്യം. വസുട്ട വീഴല്ലേ അപ്പുറത്ത്. ഞാൻ എഴുതി ഗൈസ്. കഴിഞ്ഞ ഞാൻ ഇത് വെച്ച് കീഴടങ്ങുവാണ് ഗൈസ്. ഒരു പോയിന്റ് പോലും സാലറി നമ്മൾ ഈക്വൽ ആവത്തല്ലേ ഉള്ളൂ. അയ്യ, അതൊന്നും അല്ല. ഞാൻ അത് കളിയാക്കുമ്പോൾ ഈ കൊച്ചു പറഞ്ഞത് കളിയാക്കുമ്പോഴാണ്. അക്കു പറഞ്ഞ ഇഷ്ടമുള്ളവര് ഹേർട്ട് ആവുമ്പോഴാണ്. രണ്ടും എനിക്ക് കളിയാക്കുമ്പോ എനിക്ക് ദേഷ്യം വരാറുണ്ട്. അത് ദേഷ്യമാണോന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ എനിക്കൊരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഹേർട്ട് ആവുമ്പോ എനിക്ക് അത് ഭയങ്കര വിഷമമാണ്. അവക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവർ ഇങ്ങനെ ഹേർട്ട് ചെയ്യുമ്പോ അവക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇഷ്ടമുള്ളവർ എന്നെ പറയുമ്പോ എനിക്ക് കറക്റ്റ് ഞാൻ പറയാം. ഞാൻ സുഖമായിട്ട് ഉറങ്ങി കിടക്കും. എനിക്ക് ഹോസ്റ്റലിൽ വെച്ച് എല്ലാ ദിവസവും രാവിലെ ആദ്യടേന്ന് പുഴുത്ത ചീത്തവളി കേൾക്കുന്ന അതിനാണ്. ആദ്യക്കാട്ടിയും അല്ലെ മോർണിംഗ് പേഴ്സൺ വെച്ചോ ഞങ്ങൾ രണ്ടുപേരും കമ്പാരിറ്റീവ്ലി നോക്കിയ മോർണിംഗ് പേഴ്സൺ ഞാനാണ്. അപ്പം ഞാൻ ഒരു 8 മണിക്കൊക്കെ ഉറക്കം എഴുന്നേറ്റിട്ട് ഫോൺ എന്റെ തൊട്ടിപ്പുറം ഇവള് കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഫോൺ എടുത്ത് റീൽസ് ഒക്കെ വെച്ചിട്ട് ഫുൾ സൗണ്ട് ഇട്ടിട്ട് എന്നിട്ട് ഹെഡ്സെറ്റ് ഇവിടെ അടുത്ത് വെച്ചേക്കും. ഫ്രെയിം ചെയ്തതുപോലെ അടുത്ത് വെച്ചിട്ട് ഇത് കേൾക്കും. പഞ്ചായത്തിലുള്ളവരെല്ലാം റൂമിലിട്ട് വിളിച്ചോണ്ട് വന്നിട്ട് അവിടെ ആട്ടും പാട്ടും ബഹളവും. എനിക്കാണെങ്കിൽ ദേഷ്യം വരെ ഉറക്കം പോകുമ്പോ. ശ്രീകുടേച്ചിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉറങ്ങി കിടക്കുമ്പോ വന്ന അത് പറക്കല് ഇത് പറക്കല്. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ. ഈ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കാതെ പോയി. നിങ്ങളെ പോയിന്റ് എത്രയും കളിയാക്കുമ്പോ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാറുണ്ട്. കളിയാക്കുന്നത് എനിക്ക് ഭയങ്കര ദേഷ്യം. അതും കൂട്ടാം. പക്ഷെ ഞാൻ മനസ്സിൽ കണ്ട ഉത്തരം അതല്ല. 7, 6
അല്ല ഗൈസ്, നിങ്ങൾ കണ്ടോണ്ടിരുന്നല്ലേ ഗൈസ്? 7, 6. ഓക്കെ ഞാൻ പറയാം. പൊറോട്ടയുടെ ആർക്ക ഫസ്റ്റ്? രണ്ടുപേർക്കും കൈ വേ ഒന്ന് ചായ, ഇടി. രണ്ട്. പേസ്റ്റൽ കളർ രണ്ടുപേർക്കും ഇല്ല. ഐസ്ക്രീം ഫ്ലേവർ അക്കു. ഫുഡ് രണ്ടുപേർക്കും ഉണ്ട്. ഫേവറേറ്റ് സിംഗർ രണ്ടുപേർക്കും ഉണ്ട്. കല്യാണം കഴിക്കേണ്ട ഇയർ രണ്ടുപേർക്കും ഉണ്ട്. ജോലി കഴിഞ്ഞ് സെറ്റിൽ ആവേണ്ടത് രണ്ടുപേർക്കും ഉണ്ട്. റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളത് രണ്ടുപേർക്കും ഉണ്ട്. കംഫർട്ട് ഡ്രസ് അക്കു. അപ്പൊ ഏറ്റവും ദേഷ്യം വരുന്ന കാര്യം രണ്ടുപേർക്കും ഇല്ല. 8, 7. 8, 7. ഓക്കെ, സത്യം പറഞ്ഞാൽ അതൊരു വിജയമൊന്നും അല്ല. കാരണം ഫ്രോക്ക് എന്നുള്ളത് എനിക്ക് അറിയായിരുന്നു. പിന്നെ അത് ഞാൻ സ്പെസിഫൈ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അറിയാം, പക്ഷെ പരീക്ഷ പേപ്പറിൽ എഴുതില്ല എന്നുള്ള മാർക്ക് കിട്ടും. ഗൈസ്, അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അത് നിങ്ങൾ ഇതൊരു മാർക്കായിട്ട് കൂട്ടാൻ. ഗൈസ്, ആമയും മുയലിന്റെ കഥയെ പോലെ ഒരു അബദ്ധത്തിലാണ് ഗൈസ് മുയൽ ആമ അബദ്ധങ്ങളാണ് ഇവളുടെ. ഓക്കെ നിങ്ങളെ പോയിന്റ് ഉറക്കെ പറയും. 8, 7. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ഏറ്റവും മാക്സിമം എത്ര മണി വരെ കിടന്നുറങ്ങി? ഫോണാണ്. മാക്സിമം ഞാൻ എത്ര മണി വരെ ഫോൺ അനങ്ങുന്നില്ല. ഇത് കാണുന്ന 8 ആയി. പെട്ടെന്ന് തന്നെ അടുത്ത ആഴ്ച മോളൂസിന് ഐഫോൺ ഐഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ ഫോൺ അനങ്ങുന്നില്ല. 8 ആയി. മാലിക്കാരനായ വിഷ്ണു ശങ്കർ 8 ആയി. വാവച്ചിയായ ശ്രീകുട്ടിക്ക് ഐഫോൺ വാങ്ങിച്ചു കൊടുക്കണം. എന്നാലും ഞങ്ങൾക്ക് അതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഈ കുഞ്ഞു ഫോണുകളിൽ നിന്നൊരു മോചനം വേണം. ഒരു ഐഫോൺ അപ്ഡേറ്റഡ് ആവണം ഗൈസ്. പക്ഷേ പൈസ അല്ലല്ല, 8 തന്നെ വേണം. നല്ല കണ്ടിരിക്കുന്ന ആർക്കും ഭയങ്കര സ്പോൺസർ ചെയ്യാ നിങ്ങൾ. നിങ്ങൾ ഞങ്ങൾ വീഡിയോക്കകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ഗൈസ്, എഴുതിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, 2 മണിയാണ്. രണ്ടാളും അല്ലേ 2 മണിയാണോ? 2 മണി. അത് വിശക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം കിടന്നുറങ്ങും. 2 മണിയാവുമ്പം ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതിന്റെയും പിന്നെ ലഞ്ച് കഴിക്കാത്തതിന്റെ ഒരു വിശപ്പ് ഇങ്ങനെ വരുമല്ലോ നന്നായിട്ട്. ഒരു ആന്തല് വരുന്നോണ്ട് മാത്രമാണ് ഗൈസ് 2 മണിക്ക് ഇരിക്കുന്നത്. അല്ലെങ്കിൽ വീണ്ടും കിടന്നുറങ്ങാൻ ആ കൊച്ചിന് ഭയങ്കര സന്തോഷമാണ്. ഫുഡ് കഴിച്ചിട്ട് വയറ് ഇറങ്ങിയാൽ പിന്നെ കിടന്നുറങ്ങും. അതുകൊണ്ട് മാക്സിമം 2 മണി നമുക്ക് കൂട്ടാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഉറങ്ങുന്നത്. അപ്പം 2 മണി വരെ കിടന്നുറങ്ങിയിട്ടുണ്ട്. സത്യമാണ് 2 മണി വരെ. 2 മണിയാണ് മാക്സിമം പോയിട്ടുള്ളത്. അല്ല, അതിൽ കൂടുതൽ പോയിട്ടില്ല. അതിൽ കൂടുതൽ പോകാത്തത് വിശക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ഒരു ദിവസം രാത്രി ഫുൾ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. മനഃപൂർവ്വം എനിക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായ ഒരു ദിവസം ഉണ്ടായിരുന്നു. അത് ഏത് ദിവസം? ചിലപ്പോ ഞാൻ കല്യാണം കഴിച്ച് പോയപ്പോഴേക്കും വിഷമം കൊണ്ട് സുഖമായിട്ട് ഉറങ്ങി. കല്യാണത്തിന്റെ എന്തെങ്കിലും സുഖമായിട്ട്, കാരണം ഓട്ടം തിരക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ. ബാക്കി തലേന്ന് 4 ദിവസത്തെ ഓട്ടത്തിന്റെ ക്ഷീണം അവൾ അന്ന് രാത്രിയാണ് കഴിച്ച് തീർത്തത്. പറ. അയ്യോ, ആലോചിക്കാതെ എഴുതി വെക്കണം. ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പൊട്ടത്തെറ്റാണ് ഗൈസ്. അമ്മയും ഞാനും വഴക്കിട്ട ദിവസം. അമ്മയും ഞാനും, അതായത് ഞാനും അമ്മയും ആ കൊച്ചിട്ട് വഴക്കിട്ട ദിവസം. ഞാനുമായിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് വഴക്കിട്ടിരിക്കുന്ന ദിവസം. അങ്ങനെ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ? എനിക്കറിയാം. ഞാൻ അങ്ങനൊന്നും ഉറങ്ങാതിരിക്കത്തില്ല ഗൈസ്. അത് എനിക്കൊരു വിഷയമേ. എന്തായിരിക്കും? നിനക്കറിയായിരിക്കുമല്ലോ. എനിക്കറിയത്തില്ല. എനിക്കൊന്ന് നിന്റെ ബർത്ത്ഡേയുടെ അന്നാണ് ഒരു വട്ടം ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നല്ല. തലവേദന വന്ന ദിവസമായിരിക്കും. അല്ല, സീരിയസ്ലി ആയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത, എനിക്ക് മൈൻഡിൽ ഇങ്ങനെ ഞാൻ കല്യാണം കഴിച്ചു പോയത്. പറയാക്കോ? എനിക്ക് അറിയത്തില്ല ഗൈസ്. എനിക്കും അറിയത്തില്ല. രണ്ടുപേർക്കും അറിയത്തില്ല. എന്റെ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വരുന്നതിന്റെ തലേന്ന് എന്റെ തൊട്ടടുത്ത് കിടന്നാണ് കൂർക്കം ഇത് എന്നെ കണ്ടി കൂടുതൽ ക്വസ്റ്റ്യൻ അറിയാം എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ട് കൂർക്കം വലിച്ച് എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാർ ഉറങ്ങിയതാണത് ഗൈസ്. കൊച്ചി കൊച്ചി കള്ളിയാണ് ഗൈസ്, കള്ളം പറയാണ്. ഇല്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല. ചുമ്മാ ഗൈസ്. ഉറക്കം ഒഴിച്ചെന്ന് പഠിക്കാത്തവളാണോ റിസൾട്ട് ഒരു ഉറക്കം ഉറങ്ങാത്തവള്? ഇത് ഇവരുടെ അരിശ ഇവര് തീർക്കും. ഇവർക്ക് ഉത്തരം പറയാൻ പറ്റാത്തതല്ല. ഓക്കെ, സോ ഡോണ്ട് ഡിറ്റോ. രണ്ടുപേർക്കും പോയിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ 8. അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ഇടാൻ ഏറ്റവും ഇഷ്ടമുള്ള ഓർണമെന്റ് ഏതാണ്? ഭയങ്കര ഇഷ്ടം, എപ്പോഴും കുറെ വേണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ഗൈസ്. ഇത് ഈ നാട്ടിലുള്ള എല്ലാ കടകൾക്കും കയറി ഇറങ്ങി ചോദിച്ചിട്ടുണ്ട് ഇവള്. ഒരാള് നോസ്പിൻ, ഒരാള് മുക്കുത്തി.
ഞാൻ കുറച്ച് പരിഷ്കാരിയാണ് ഗൈസ്. എനിക്ക് മുൻകൂട്ടി ഭയങ്കര MA മലയാളം ഞാൻ വസുമോള് നമ്മളെല്ലാം പേടിപ്പിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ് ഉള്ളത്. ഇഷ്ടം ഇടാനുള്ള ഓർണമെന്റ് നോസ്പിൻ മുക്കുത്തിയാണ് ഗൈസ്. ഇപ്പോഴും ഇട്ടേക്കുന്ന വേറൊരു ടൈപ്പ് മൂക്കുത്തിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ 9, 8 അല്ലായിരുന്നോ? അല്ല 8, 7. ഇപ്പൊ 8, 9 ഒരു ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യന്റെ പേരിൽ ഞാൻ തോക്കും ഗൈസ്. 3 വർഷം ഭയങ്കര സങ്കടമുണ്ട് ഗൈസ്. ഇവിടെ എത്ര വർഷം? 20 വർഷമായിട്ട് എന്റെ കൂടെ ഉണ്ട്. ഇത് എത്ര വർഷം? നമ്മൾ കണ്ടിന്യൂസ് ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പ് നമുക്ക് നിന്നിട്ട് 4ാം ക്ലാസ് തൊട്ട് 8 വയസ്സ് തൊട്ട് അറിയാം. പക്ഷെ ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായിട്ടുള്ളൂ. 3 വർഷം എന്റെ കൂടെ നിന്നിട്ട് അതെന്തോ ഗൈസ്, ഒരു ഫ്രോക്കിന്റെ കാര്യത്തിലാണ് ഇത്രയും പറയുന്നത്. അതൊരു വലിയ കാര്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം, ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്താണ്? പിടിക്കുന്നു കൊള്ളി. ആദ്യക്ക് ബസ് പണി കൊടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. ആത്മഹത്യ പോലെ ഓക്കെ, അപ്പൊ എനിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യമാണ് ചോദിച്ചത്. എന്താ പറ? ഉറക്കം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എന്നിട്ട് ശ്രമിച്ച് ചെയ്തേക്ക് നോക്ക്. ഫുഡ് കഴിയുന്നു. ഫുഡ് കഴിയും ഇഷ്ടമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉറങ്ങുക. ആരും വിളിക്കാതെ എത്ര മണിക്കൂർ വേണമെങ്കിലും അവർക്ക് ഉറങ്ങാൻ പറ്റും. നമ്മളൊക്കെ സാധാരണ ഗൈസ് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഒരു ഫ്രോക്കിന്റെ പേരിലാണ് ഗൈസ് ഞാൻ തോറ്റത്. അതുകൊണ്ട് അതിന്റെ വിഷമത്തിൽ ശ്രീകുടിച്ച് ആദ്യം ഫ്രോക്ക് വാങ്ങിച്ചു. പക്ഷെ ഞങ്ങള് ചോദിക്കുമ്പോ ഈ കൊച്ചു പറയുന്ന കാശില്ല. അത് ഈ കൊച്ചിന്റെ ടാക്ടിക്സ് ആണ് ഗൈസ്. അപ്പൊ എനിക്ക് ഉത്തരം അക്കു 10 പോയിന്റും ശ്രീകുട്ടേച്ചി 9 പോയിന്റും ആണ്. അപ്പൊ ഹു നോസ് മീ ബെറ്റർ? ഞാനാണ് എന്റെ അനിയത്തെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് ഗൈസ്. നോ ഗൈസ്. മനസ്സിലാക്കിയില്ല അതൊന്നും കാര്യമില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യനിൽ അക്കുവാണ് എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. എവിടെ ഐസ്ക്രീം തിന്നാനോ എന്തോ തിന്നാൻ വേണ്ടിട്ട് പെട്ടെന്ന് ചാടി ഇറങ്ങി പോയാലും ആദ്യം ഇടുന്നത് ഫ്രോക്കാണ് ഗൈസ്. കാരണം നമുക്ക് പെട്ടെന്ന് ഇട്ടിട്ട് ഇറങ്ങി പോകാൻ എളുപ്പം. ഞാനിപ്പോ വസുമോളെ തിന്നോണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇനി കണ്ടിന്യൂസ് ആയിട്ട് കുറെ വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ടാവും. അപ്പൊ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.